എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിച്ച് ഇടുക്കിയിലെ കമ്പംമേട്ട് വഴി തേനി വരെ 150 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത. ഇതാണ് മൂവാറ്റുപുഴ തേനി അന്തർ സംസ്ഥാന പാത. നിർമ്മാണം പൂർത്തിയായത് മൂവാറ്റുപുഴ മുതൽ ജില്ലാ അതിർത്തിയായ പെരുമാങ്ങണ്ടം വരെ 16 കിലോമീറ്റർ. തുടർ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഇത് സർവേരെ കൊണ്ട് അളന്നു തിരിക്കാതെ തോന്നിവാസ് ഒരു പണി ആരംഭിച്ചത്. ഇതിൻ്റെ നിർമ്മാണം റോഡിൻ്റെ ആ നിർമ്മാണം അതിര് പൂർത്തിയായ ശേഷമാണ് ഈ സർവേർ ഒന്ന് തറക്കല്ലിട്ടത്. പല സ്ഥലത്തും അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിർമ്മാണകത്തും തറക്കല്ല് പുറത്തും കിടക്കുന്ന അവസ്ഥയിലാണ്. പഴയ വടക്കൻകൂർ തെക്കൻകൂർ രാജ്യത്തിന്റെ അതിർത്തിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തി തിരിച്ച് കുറഞ്ഞത് 21 മീറ്റർ പുറമ്പോക്കായി മാറ്റിയിട്ടിരുന്നു. ഇതിലൂടെ റോഡ് കടന്നു പോകുന്നതിനാൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ലെന്നാണ് മൂവാറ്റുപുഴ തേനി SH പുനർനിർമ്മാണ സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. പുറമ്പോക്ക് ഭൂമി തിരിച്ചു പിടിച്ചാൽ മതി. എന്നാൽ സർവേ ഡയറക്ടർ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടും റവന്യൂ ഉദ്യോഗസ്ഥർ ഇതിന് തയ്യാറാകുന്നില്ല. പെരുമാങ്ങണ്ടം മുതൽ മുസ്ലിം പള്ളി കോട്ടക്കവല വരെ അളന്ന് കല്ലിട്ട് തിരിക്കുന്നതിന് വേണ്ടിയിട്ട് സർവേ ഡയറക്ടർ 4 പ്രാവശ്യം ഉത്തരവിട്ടു. ആ ഉത്തരവ് കളക്ടറേറ്റിലേക്ക് ഫോർവേഡ് ചെയ്ത് അവിടെ നിന്ന് LA തഹസീൽദാരുടെ അടുത്താണ് ഈ ഉത്തരവ് ചെന്നിട്ടുള്ളത്. കരിമണ്ണൂർ കോടിക്കുളം വില്ലേജിലെ ഭാഗം അളന്നു തിരിക്കാൻ വേണ്ടി കരിമണ്ണൂർ AE ആയ കാർത്തിക് സാറ് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്രയും രേഖകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇത് അളന്നു തിരിക്കാൻ കൂട്ടാക്കുന്നില്ല. പൂർത്തിയായ ഭാഗത്ത് നിർമ്മാണത്തിൽ അപാകതയുള്ളതായും നാട്ടുകാർ ആരോപിക്കുന്നു. പെരുമാങ്കണ്ടത്ത് നിന്ന് കയറി വരുന്ന ഫസ്റ്റ് വളവിൽ ഒരു കാറ് മറിഞ്ഞ് തലേക്കണ്ണന്മാർ ആ പാറക്കിട്ടിടിച്ച് മറിഞ്ഞു. അതുകൂടാതെ അതിൻ്റെ തൊട്ടപ്പുറം മാഷയ്ക്ക് പോകുന്ന റൂട്ടിൽ കഴിഞ്ഞ ദിവസം 2-3 ദിവസമായുള്ള ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു. കോടിക്കുളം പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലവും അളന്നു തിരിച്ച് നേർരേഖയിൽ പോകുന്ന റോഡാണ്. ഇതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സംവിധാനം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇടുക്കി ജില്ലയിലെ കോടിക്കുളം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, വാഴത്തോപ്പ്, കാമാക്ഷി, കട്ടപ്പന, നെടുങ്കണ്ടം, കരുണാപുരം പഞ്ചായത്തുകളിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകുമെന്ന് പ്രതീക്ഷിക്കുന്ന SH 43 അധികൃതരുടെ ഈ അവഗണന. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.